നമസ്കാരം ആരാമനാണേ. നമ്മൾ ഈ കാണുന്ന ചാനലിലൊരു ഫെറോസ്ലാവ് ആയിട്ടുള്ള പരിപാടിയിലാണ്. ഇത് എനിക്കറിയാവുന്ന പഠിച്ചിട്ടുള്ള പണിയൊന്നുമല്ല ഇത്. ഞാൻ മുമ്പ് ഇങ്ങനെ 1-2 തവണ എൻ്റെ വീട്ടിലെ ഫെറോസ്ലാവ് ഇതുപോലെ ചെയ്യുന്നതാണ്. നമുക്ക് ഇങ്ങനെ ഒരു ചാനൽ വെട്ടിയിട്ട് ഇതിപ്പോൾ ഹോളോ ബ്രിക്സ് കേട്ടോ, എനിക്ക് ഹോള് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഇപ്പോൾ ഇങ്ങനെ ഹോളോ ബ്രിക്സ് ആയതുകൊണ്ട് ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു പരിധി കഴിഞ്ഞാൽ കുത്താൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എല്ലാം ഇതിൻ്റെ ഹോൾ അകത്തേക്കാവും. ഹോളോ ബ്രിക്സ് കേട്ടായതുകൊണ്ട് തന്നെ അകം പൊള്ളയല്ലേ, അല്ലെങ്കിൽ തട്ടിക്കഴിയുമ്പോഴത്തേക്കും പോവും. നമ്മൾ ചെയ്തിട്ടുള്ള പരിപാടിയൊന്നുമല്ല, അത്ര പരിചയസമ്പന്നമായിട്ട് കൂലി മനുഷ്യ ചെയ്യാനുള്ള പരിപാടി നമുക്കറിയത്തില്ല. അങ്ങനെ ആ രീതിയിലുള്ള പ്രൊഫഷണലിസ്റ്റ് നമുക്കറിയത്തില്ല. നമ്മളെന്തായാലും ഇത് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു പരിജ്ഞാനത്തിൽ മാത്രം ചെയ്യുന്ന കേട്ടോ. അതേപോലെ നമുക്ക് ഈ സ്വിച്ച് ബോർഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റണം. അപ്പോൾ അത് അവിടെ നിന്ന് കട്ട് ചെയ്ത് വയറിഞ്ഞ് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാനേ പറ്റുള്ളൂ. അത് ഞാൻ ചെയ്തത് തന്നെയാണ്. പക്ഷേ വയറൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റി ഈ താഴെ ഇവിടെ ആക്കി വെക്കണം, ഈ കാണുന്ന ഇവിടെ ആക്കി വെക്കണം. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് വിഷ്ണുസിനുണ്ട്. വിഷ്ണുസിന് ഇന്ന് എൻ്റെ ക്യാമറാമാൻ. ഞാനിന്ന് ക്യാമറാമാൻ ആയി കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇതിൻ്റെ സൈഡൊന്ന് കുത്താം. കുത്തുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ഹോൾ ആവാണ്ട് കുത്തണം. കാരണം ഒത്തിരി ഹോളായി കഴിഞ്ഞാൽ ഭിത്തിക്ക് ബലം കിട്ടാണ്ടാവും. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ പറയേണ്ട കാര്യമില്ല. ഈ ക്ലിയർ ആകാത്ത ഭാഗങ്ങളൊന്ന് കുത്തി ലെവലാക്കിയിട്ട് സ്ലാവ് എടുത്തത് വെച്ച് നോക്കാം. ഏത് ഭാഗമാണ് ഈ കുത്തൻ്റെ കണ്ടാൽ അറിയാൻ പറ്റും. ഇവിടെ എല്ലാം ഈ ഒരു പരിധി നമുക്ക് ഇതിൽ പണിയാൻ പറ്റില്ല. പണിത് കഴിഞ്ഞാൽ ചിലപ്പം ഭിത്തിയുടെ ബലം പോകും. ഞങ്ങൾക്ക് അറിയാവുന്ന പരിപാടിയല്ലോ കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ വയറിങ് പ്ലംബിങ് എനിക്ക് നേരത്തെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ കുഴപ്പമുള്ള പരിപാടിയില്ല. പിന്നെ കയ്യിലൊരു ചെറിയ പ്രശ്നം വന്നപ്പോഴാണോ അത് വെച്ചത്. കാരണം നമുക്ക് കട്ടറൊന്നും പിടിക്കാൻ വയ്യാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ലെവലാക്കി എടുത്തിട്ട് സ്ലാബ് എടുത്ത് ഇവിടെ വെക്കാം. വെച്ച് നോക്കിയിട്ട് നമുക്ക് എന്താവുമെന്നറിയാം. അപ്പോൾ നമ്മൾ സ്ലാബ് കയറ്റി ഒരു ഈ പരിവാക്കിയിട്ടുണ്ട് കേട്ടോ. ലെവലാണിപ്പം. ഇവിടുന്ന് കാണിച്ചു തരാം. ലെവലാക്കി സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ആ ഭിത്തി നമ്മൾ പൊട്ടിച്ചിട്ട് അകത്തേക്ക് കയറ്റി. ഇച്ചിരി ബലക്കുറവുണ്ട്, അതുകൊണ്ട് ഇച്ചിരി അകത്തേക്ക് കയറ്റി സ്ലാബ് ഇത്രയും കയറ്റി സെറ്റാക്കിയിട്ടുണ്ട്. സിമെൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നുമില്ലാതെ നമ്മൾ ഇത്രയും സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സിമെൻറ്റ് നമ്മളോട് ഫില്ല് ചെയ്തിട്ട് അടുത്തേക്ക് പോകാം. സിമെൻറ്റായിട്ട് ഫില്ല് ചെയ്തിട്ട് ഒന്ന് നിർത്തിയിട്ട് വേണം കുറച്ചുകൂടി അടിയിൽ നിന്ന് എല്ലാം ഇച്ചിരി സിമെൻറ്റ് കൊടുക്കണം. ഇത് നമ്മൾ ഈ മണ്ടവശം മാത്രം സിമെൻറ്റ് ഇട്ടിട്ടുള്ളൂ. സിമെൻറ്റ് തിക്കിനകത്ത് കയറ്റുന്നതിലോട്ടോ കാര്യം. ഇവിടെ സ്ലാബ് പിന്നെ ഇരുന്ന് പോകും എന്നറിയാവുന്നവർ പറയുന്നതാണ്, നമുക്കറിയത്തില്ല. ഇനി ഹോളോ ബ്രിക്സുകളുടെ ആണെങ്കിൽ ഇതിനകത്ത് ന്യായ സിമെൻറ്റ് കയറും. അതാണ് മെയിൻ ഒരു പ്രശ്നം. നിങ്ങളാരെങ്കിലും ഇങ്ങനെ വീട്ടിൽ പരീക്ഷിക്കാറുണ്ടോ ഗൈസ്? സമയമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം. കൈപ്പണിയല്ല, കടച്ചില്ല. അതുകൊണ്ട് ചെറിയ കുറ്റമൊക്കെ കാണും. എന്തായാലും നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ തൂണൊക്കെ കൊടുത്താണ് നിർത്തിയേക്കുന്നത്. ഇത് സെറ്റ് ചെയ്തിട്ട് ഫുള്ളൊന്ന് സെറ്റപ്പ് ആക്കിയിട്ട് കാണാം. അടിവശത്തും സിമെൻറ്റ് ഇടണം. ഈ അടിഭാഗത്തും ഇനി സിമെൻറ്റ് ഇടാനുണ്ട്. അതേപോലെ ഇനി ഇവിടെയൊക്കെ ന്യായ സിമെൻറ്റ് കയറി ഫില്ലാവാനുണ്ട്. അപ്പോൾ അതും ഒന്ന് സെറ്റാക്കി. ഇപ്പോൾ നമ്മൾ ഈ ഒരു മുട്ടല്ല ഒരു സാധനത്തിലാണ് നിർത്തിയേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് സെറ്റാക്കി കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫൈനൽ സംവിധാനം കാണിക്കാം. നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം ഇത്രയായി കേട്ടോ. പൈപ്പ് അടിച്ച് താഴെ ബോക്സ് ഇവിടെ എത്തിച്ചു, കണക്ഷനും കൊടുത്ത് ഇട്ടേക്കുക. സ്ലാബ് ഇവിടെ ഏകദേശം സെറ്റായി കുറച്ചു. ഇനിയിപ്പം ഇതേ പരിപാടിയൊന്നുമില്ല, അത്യാവശ്യം സ്ട്രോങ് ആയി, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഒരു ഇങ്ങോട്ടുള്ള ലൈറ്റിൻ്റെ കണക്ഷൻ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ എങ്ങാനും ചുമ്മാ തൂക്കിയിടാന്നേ ഉള്ളൂ. ലൈറ്റൊക്കെ നിലവിൽ സെറ്റാണ്. എല്ലാം കണക്ഷനെല്ലാം ഓക്കെ ആക്കിയിട്ടേക്കുക. നമുക്ക് അങ്ങോട്ടുള്ള കണക്ഷൻ്റെയാണ്, അപ്പുറത്തേക്കുള്ള ലൈറ്റിൻ്റെയാണ്. അപ്പം വേറെ പരിപാടിയൊന്നുമില്ല നിലവിൽ. അവിടെ ഞാൻ ഫ്ലെക്സിബിൾ ഹൗസ് ഇട്ട് ഇറക്കി കേട്ടോ. വേറൊരു മാർഗ്ഗം ഇട്ടായിരുന്നു.
അപ്പം അത്യാവശ്യം അടുത്തു. വിഷ്ണുച്ച പോയി, അങ്ങനെ ചെറിയ അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവൻ പോയി. ഇനിയിപ്പോൾ എന്തായാലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ഇത് കാണുന്നതിൻ്റെ ആശാമാരാരെങ്കിലും കാണുന്നതിൻ്റെ ക്ഷമിച്ചേക്കണം. ഉള്ള സാധനങ്ങൾ വെച്ച് തട്ടിമുട്ടിയുള്ള പരിപാടിയായിരുന്നു. സാഡിലെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ഉള്ളത് അവിടെ നിന്ന് പറിച്ചെടുത്തതൊക്കെ വെച്ച്. അപ്പോൾ ഇങ്ങനെ മാറ്റാൻ വേണ്ടി അങ്ങനെ പ്ലാൻ ചെയ്തതല്ല, ജസ്റ്റ് അങ്ങ് മാറ്റി സൗകര്യത്തിനങ്ങ് മാറ്റാമെന്നുള്ള പ്ലാനിലിരുന്ന മാറ്റിയതാണ്. അപ്പം നമ്മുടെ ആശാമാരെ കാണുമ്പോൾ ക്ഷമിക്കണം, ഉള്ള സാധനങ്ങൾ വെച്ച് തട്ടിക്കൂടി ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്തേക്കണം. നമുക്ക് വ്യൂവേഴ്സൊക്കെ അത്യാവശ്യം ആകുന്നുണ്ട്. എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട്. എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.